ഇന്നലെ അർദ്ധരാത്രിയോടെ GST കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ഈ GST ടാക്സ്, GST തീരുവ ഗണ്യമായി കുറച്ചിരിക്കുന്നു. ഇവിടെ സാധനങ്ങൾക്ക് മുഴുവൻ 22-ാം തീയതി മുതൽ, ഈ മാസം 22-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയാണ്. ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില കുറയുകയാണ്. ഇവിടുത്തെ ഔഷധങ്ങൾക്ക് മുഴുവൻ വില കുറയുകയാണ്. ഇവിടെ വില കൂടാൻ പോകുന്നത് ഇവിടുത്തെ ആഡംബര വസ്തുക്കൾക്കും അല്ലെങ്കിൽ ഈ ചൂതാട്ടം പോലുള്ള, ലോട്ടറി പോലുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മാത്രമാണ് ഇവിടെ നികുതി വർദ്ധിക്കുന്നത്. സാധാരണക്കാരന് ആവശ്യമായ അവന്റെ ഭക്ഷ്യവസ്തുക്കൾ, അവന്റെ ദൈനംദിന ആവശ്യത്തിനുള്ള മറ്റു വസ്തുക്കൾ, അവന്റെ ഔഷധങ്ങൾ എല്ലാറ്റിനും വില പകുതിയിൽ താഴെയായി കുറയാൻ വേണ്ടി പോവുകയാണ്. പലതിനും നികുതി ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മോദിയുടെ ഭരണത്തിൽ ഈ പറയുന്ന പട്ടിണി പാവങ്ങൾ, സാധാരണക്കാർ ഏറ്റവും അധികം അവരുടെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ അവർ ഇതുവരെ കൊടുത്തിരുന്ന നികുതി പകുതിയോളം അല്ലെങ്കിൽ കാൽഭാഗത്തോളമായി കുറയുന്ന, ഏറ്റവും ജീവിക്കാൻ അനുകൂലമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നികുതി ഘടനയിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ ഇത് കേരളത്തിലെ KN ബാലഗോപാൽ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു എച്ചി മന്ത്രി ഉണ്ടല്ലോ, ഒരു ഈ മാറാല പിടിച്ച ഖജനാവുമായി നടക്കുന്ന ഈ കേന്ദ്രം തന്നില്ലേ ഇപ്പോഴാ പറയുന്നു. ഇയാൾക്കതൊന്നും പിടിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് കൈയിട്ട് വാരി അവരുടെ പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരി ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിന് ഇത് മനസ്സിലായിട്ടില്ല. അവർക്കിത് ഒട്ടും ആഹ്ലാദകരമല്ല. അവർക്ക് ആവശ്യം എന്താണ്? അവർക്ക് ആവശ്യം നികുതി വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ച നികുതിക്ക് മുകളിൽ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ ആലോചിക്കണം, പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് വർഷം 3-4 കഴിഞ്ഞു കേട്ടോ. പെട്രോളിന് ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് വർഷം 3-4 കഴിഞ്ഞു. എന്തിനാണെന്നറിയോ? ഇവിടുത്തെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്നാണ് പറയുന്നത്. ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ്. ഏറ്റവും വലിയ രസം, 2 ഗഡു ക്ഷേമ പെൻഷനാണ് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഇവരിന്ന് കൊട്ടിഘോഷിക്കുന്നത് ഇതാ 3200 രൂപ ഓണസമ്മാനം. പണ്ട് കൊടുക്കാത്ത സാധനം ഇപ്പൊ ഒരു 2 ഗഡു കൊടുക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങളിതാ എന്തോ വലിയ ഒരു സംഭവം എന്താ കൊടുക്കാൻ പോകുന്നു, 3200 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു. ഉപ്പില്ലടോ കമ്മികളെ, 2500 1600 എന്നുള്ളതിന് പകരം ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് 5 വർഷം മുമ്പ് ഈ പ്രകടന പത്രികയിൽ എഴുതിയിട്ടാണ് നിങ്ങൾ അധികാരത്തിലേറിയത്. മറന്നു പോകരുത്. ഇവിടെ ഞങ്ങളൊന്നും മറന്നിട്ടില്ല. ഇപ്പോഴും 1600 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളാണ് 2500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഇത്രയും നാണം കെട്ട, കഴിവ് കെട്ട പിണറായി സർക്കാർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പത്രങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റ് നമുക്ക് മലയാള മനോരമ ഒന്ന് നോക്കാം. ഇതാണ് മലയാള മനോരമയുടെ 1-ാമത്തെ പേജ്. ഇതെന്ത് മുറ പോലീസേ എന്നാണ് മനോരമ ചോദിക്കുന്നത്. ഇതെന്ത് മുറ പോലീസേ? പോലീസ് മുറ, 3-ാം മുറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ് പോലീസിന്റെ കിരാത നടപടികൾ. ഇപ്പോഴിതാ വീണ്ടും അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന തരത്തിൽ, അടിയന്തരാവസ്ഥ കാലത്തെ നാണിപ്പിക്കുന്ന തരത്തിൽ പിണറായി പോലീസ് ഇതാ ഇവിടത്തെ നമ്മുടെ ഒരു സഹോദരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇടിച്ചിടിച്ച് പഞ്ചറാക്കുന്ന, ഇടിച്ചിടിച്ച് പഞ്ഞിക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലെത്തിയത്. മനോരമ ചോദിക്കുന്നു, ഇതെന്ത് മുറ പോലീസേ? സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം. ദൃശ്യം പുറത്തു വന്നത് വിവരാവകാശ പോരാട്ടത്തിലൂടെ. യുവാവിനെ തല്ലിച്ചതച്ചത് 2.5 വർഷം മുമ്പ്. കരണത്തേറ്റടിയിൽ കേൾവി തകരാറും. ഇതാ ഈ 4 അതിക്രൂരന്മാരായ പോലീസുകാരുടെ ഫോട്ടോയുണ്ട് കേട്ടോ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് വിധേയരായവർ SI നുഹുമാൻ, ഒരാളാണ് SI നുഹുമാൻ. പിന്നെ CPOമാരായ സജീവൻ, സന്ദീപ്, സീനിയർ CPO ശശീന്ദ്രൻ. ഈ 4 നരാധമന്മാർ ഇവരിപ്പോഴും ക്രമസമാധാന ചുമതലയിലുണ്ട്. ഇവരിപ്പോഴും ഈ പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ചെവിക്കല്ലടിച്ച് തകർത്തിട്ട് അയാളെ ഇടിച്ചിടിച്ച് ഇഞ്ചി പരുവമാക്കിയിട്ട് ഈ നരാധമന്മാർ ഇപ്പോഴും പിണറായി പോലീസിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ നടുക്കുന്ന വാർത്ത കേട്ടോ. ഇനിയാണ് ഈ GST വാർത്തയാണ് കൊടുത്തത്. GST 22 മുതൽ 5% മുതൽ 22 മുതൽ ഈ മാസം 22 മുതൽ 5%, 18% സ്ലാബുകൾ മാത്രം, 24% എന്നൊക്കെയുള്ള സ്ലാബുകളൊക്കെയാണ് എടുത്തു മാറ്റി. ഇനി 5%, 18% സ്ലാബുകൾ മാത്രം. അതിൽ പറയുന്നു, കേന്ദ്ര ശുപാർശ GST കൗൺസിൽ അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ GST കൗൺസിൽ അംഗീകരിച്ചു. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് GST ഇല്ല. നമ്മളൊക്കെ ഏറ്റവും താല്പര്യപൂർവ്വം അല്ലെങ്കിൽ ആഹ്ലാദപൂർവ്വം
നമ്മളെയൊക്കെ ആഹ്ലാദിപ്പിക്കുന്ന ആ ഹൈലൈറ്റ്സ്, ഈ നികുതി ഇല്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ബോക്സ് ആയിട്ട് മനോരമ കൊടുത്തിരിക്കുന്നു. അത് ഇങ്ങനെയാണ്, നിങ്ങൾ അറിയേണ്ടതാണ്. അതായത് 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% നികുതി പൂർണ്ണമായും ഒഴിവാക്കി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപഹാരമാണിത്, ഏറ്റവും വലിയ സഹായമാണിത്. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ 12% ഇതുവരെ അവർക്കുള്ള നികുതി, അത് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. 3 ജീവൻ രക്ഷാ മരുന്നുകളുടെയും അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെയും 5% നികുതിയും ഒഴിവാക്കി. മറ്റെല്ലാ മരുന്നുകളുടെയും നികുതി 12% 5% കുറച്ചു. മറ്റെല്ലാ മരുന്നുകളുടെയും നികുതി 12% എന്നത് 5% കുറച്ചു. ഇനി മുതൽ നാളെ 22-ന് ശേഷം നിങ്ങൾ മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ അന്ന് കൊടുത്തിരുന്ന മരുന്നിന്റെ വിലയേക്കാൾ വളരെ ചെറിയൊരു തുക മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. ചെറുകാറുകൾക്കും 350cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും. നികുതി 28% 18% കുറഞ്ഞ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇരുചക്ര വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നികുതി പകുതിയായി കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കിനി വാങ്ങാം. പിന്നീട് AC, ടെലിവിഷൻ 32 ഇഞ്ചിന് മുകളിലുള്ളത് എന്നിവയുടെയും വില കുറയാൻ വേണ്ടി പോകുകയാണ്. ലോട്ടറിയുടെ 28% നികുതി 40% കൂടി കേരളത്തിന് തിരിച്ചടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ അന്തംഗമികൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോട്ടറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? പക്ഷെ ഇവരൊക്കെ പറയുന്നത് ലോട്ടറി എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ്. ലോട്ടറി ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന ലോട്ടറി, അതിൽ ഒരു ഭാഗ്യവാനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന നേരിട്ടറിയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും രോഷത്തോടെ പറയുന്നത് കേട്ടോ. കാരണം ലോട്ടറി ടിക്കറ്റ് വാങ്ങി മുടിഞ്ഞു പോയവർ, ലോട്ടറി എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇങ്ങനെ പ്രത്യാശ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇതാ കോടികൾ കിട്ടാൻ പോകുന്നു എന്നുള്ള ആ ഒരു ചൂണ്ടയിൽ കൊളുത്തിയിട്ട് ഓരോ ദിവസവും ഇവിടെ എത്ര പാവങ്ങളുടെ പൈസയാണ് പോകുന്നതെന്ന് അറിയോ? ഇതിൽ സമ്മാനം കിട്ടുന്ന 1, 2, 3, 4 ആൾക്കാർ. ബാക്കി മനുഷ്യരുടെ മുഴുവനും ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 50 രൂപയുടെയോ 40 രൂപയുടെയോ ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല. ഇവിടെ ഭാഗ്യം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ 10, 20, 30, 40, 50, 100 ലോട്ടറി ടിക്കറ്റുകൾ, ഞങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം മുഴുവനും ലോട്ടറി ടിക്കറ്റ് വാങ്ങി പട്ടിണി കിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് കേട്ടോ. പ്രലോഭനങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ലോട്ടറി എന്ന് പറയുന്നത്. ചൂതാട്ടമാണ്, വൻ ചൂതാട്ടം. ഈ ചൂതാട്ടത്തിന് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചെയ്യേണ്ടതാണ്. നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്തിരിക്കുന്നു. സിമന്റിന്റെ GST 28% 18% കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമാകും. നിർമ്മാണ മേഖലയും പച്ച പിടിക്കാൻ പോകുകയാണ്. സിമന്റിന്റെ ഈ തരത്തിലുള്ള GST തീരുവ പകുതിയായി കുറഞ്ഞിരിക്കുന്നു. മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെയും വില കുറയും. അങ്ങനെ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും കേരളീയ ജനത മാത്രമല്ല ഇന്ത്യൻ ജനത ഇത്രമാത്രം സന്തോഷിച്ചിരിക്കുകയില്ല. കാരണം അവരുടെ ജീവിത ഭാരം ഇതാ കുറയുകയാണ്. ആര് കുറയ്ക്കുകയാണ്? നരേന്ദ്രമോദി സർക്കാർ കുറയ്ക്കുകയാണ്. പക്ഷേ ഇവിടെ KN ബാലഗോപാൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആകെ അസ്വസ്ഥനാണ്. കൈയിട്ട് വാരാൻ നികുതി ഇനി കുറയും. അതുകൊണ്ട് ഇത് നികുതി നഷ്ടപരിഹാരം തരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നഷ്ടപരിഹാരം തരണം എന്തിന്? ഇവർക്ക് ദൂർത്തടിക്കാൻ. കാരണം മുഖ്യമന്ത്രിയുടെ മറ്റേ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, പറക്കാത്ത ഹെലികോപ്റ്റർ, അതിന് കോടികൾ വേണം. മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളത്തിന് കോടികൾ വേണം. മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് കൂടുതൽ കോടികൾ വേണം. മുഖ്യമന്ത്രിക്ക് മറ്റേ എന്ത് പോകാൻ കവാത്ത് നടത്താൻ 45 കാറുകൾ, ഇതിനൊക്കെ പെട്രോൾ അടിക്കണം, ഇതിനൊക്കെ പൈസ വേണം. കട്ടുമുടിക്കാൻ പൈസ വേണം എന്നാണ് പറയുന്നത്. സാധാരണക്കാർ പുഴുക്കൾ പോയി ചാകട്ടെ എന്നാണ് KN ബാലഗോപാലും ഈ പറയുന്ന പിണറായി തമ്പുരാനും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാർത്തകൾ. ആ 3 വാർത്തകൾ പോലീസ് ഇതെന്ത് മുറ പോലീസേ, നികുതിയിൽ ആശ്വാസം. മറ്റൊന്ന് ഇതാ വിവാദപ്പടി കയറി അയ്യപ്പ സംഗമം. വിവാദപ്പടി 18ാം പടിക്ക് പകരം വിവാദപ്പടി കയറുകയാണ് അയ്യപ്പ സംഗമം. യുവതീ പ്രവേശ നിലപാട് ആദ്യം തിരുത്തട്ടെ എന്ന് പ്രതിപക്ഷം പറയുകയാണ്. പിണറായി വിജയ ആദ്യം തന്നെ അത് തിരുത്ത്. ആ സത്യവാങ്മൂലം എടുത്ത് തോട്ടിലെറി. യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന് പറയുന്ന സത്യവാങ്മൂലം ഉണ്ടല്ലോ, അതെടുത്ത് തോട്ടിലെറി. എന്നിട്ട് നിങ്ങൾ നടത്ത് ഈ പറയുന്ന ആഗോള ഈ അയ്യപ്പ സംഗമം. നിങ്ങൾ അയ്യപ്പന്മാർക്കൊപ്പമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ, അത് നടത്തുന്നതിന് മുമ്പ് ആ സത്യവാങ്മൂലം തിരുത്തടോ വിജയ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ മലയാള മനോരമയിലെ ഈ 3 വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ നിങ്ങൾ ഇതുകൂടി ഒന്ന് കാണണം. ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി. ഈ ദേശാഭിമാനിയിൽ ഞാൻ ഈ പറഞ്ഞ 3 വാർത്തകൾ നിങ്ങൾക്ക് കാണില്ല.
GST എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനങ്ങളുടെ ജീവിതം പച്ച പിടിപ്പിക്കുന്ന GST തീരുമാനം, GST കൗൺസിലിന്റെ തീരുമാനം ദേശാഭിമാനി എഴുതി എന്താണെന്നറിയോ? ഇവിടെ GST നിരക്ക് പരിഷ്കരണം അംഗീകരിച്ചു, 2 സ്ലാബ് നഷ്ടപരിഹാരത്തിൽ തീരുമാനമായില്ല. ഇതാണ് ദേശാഭിമാനിയെ ആകുലപ്പെടുത്തുന്നത്. എന്താണെന്നറിയോ? ഈ ജനങ്ങൾക്കുള്ള ഒരു ആശ്വാസത്തെ കുറിച്ച് പോലും ദേശാഭിമാനി പറയുന്നില്ല. എന്താ പറയുന്നത്? 2 സ്ലാബ്, അതായത് 4 സ്ലാബ് 2 സ്ലാബ് ആക്കി, നഷ്ടപരിഹാരത്തിൽ തീരുമാനമായില്ല. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ജനങ്ങൾക്ക് നികുതി കുറഞ്ഞോട്ടായാലും ഞങ്ങൾക്ക് വലിയ കാര്യമില്ല. ജനങ്ങൾക്ക് നികുതി കൂട്ടിയാലും കുറഞ്ഞാലും ഞങ്ങൾക്ക് കാര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾക്ക് ദൂർത്തടിക്കണം, ഞങ്ങൾക്ക് കൈയിട്ട് വാരണം. അതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഇതാണ് ദേശാഭിമാനി പറയുന്നത്. പിന്നെ ഈ ഇടിമുറി പോലീസിന്റെ അതിക്രൂരത ഒരു വരി പോലും ഈ പത്രത്തിലില്ല കേട്ടോ. ഒരു വരി പോലും. ഇതാണ് പറയുന്നത് അപ്പം ഗോവിന്ദൻ പറയുന്നത്. നിങ്ങൾ നാട്ടിലെ വിവരം അറിയാൻ നിങ്ങൾ ദേശാഭിമാനി വായിക്കണം. അപ്പോൾ ഇന്ന് ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തംഗമ്മികൾ ഏതറിയില്ല. ഇങ്ങനെ പിണറായി പോലീസിന്റെ ഈ പറയുന്ന വേട്ട, ഈ പറയുന്ന ക്രൂരത, പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിനെ ഇടിച്ച് പഞ്ചറാക്കിയ കാര്യം ദേശാഭിമാനി മാത്രം വായിക്കുന്നവർ അറിയില്ല. കാരണം ദേശാഭിമാനി അത് കൊടുത്തിട്ടില്ല. ഇതാണ് ദേശാഭിമാനി. ഇതാണ് വായിക്കേണ്ടത്. കാരണം നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊന്നും നമുക്ക് അറിയില്ല, നമ്മൾ അറിയരുത്. ഇത് ദേശാഭിമാനിയുടെ നിർബന്ധമാണ്.